58-ാം ദിവസമാണ്. ഇത് ലോക ചരിത്രമാണ്. അപ്പൊ ചരിത്രമാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. ഹോമിയോപ്പതിയിൽ നിന്ന് അത് ചെയ്യാൻ കഴിഞ്ഞ വലിയ കാര്യം. അപ്പൊ നമ്മുടെ ഇന്നത്തെ അതിഥി നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സേഡ് സാറാണ്. ഇസ്മായിൽ സേഡ് സാറിനെ ഈ പരിപാടിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. സാറ് ജോയിൻ ചെയ്തിട്ടാണ് തോന്നുന്നത്. പിന്നെ ഡോക്ടറെ ജോയിൻ ചെയ്തിട്ടോ സാറ്? മഞ്ഞുകാല ഇപ്പൊ ജോയിൻ ചെയ്യുക, ഞാൻ വിളിച്ചിട്ടുണ്ട്. ശരി ശരി. നമ്മുടെ സാർ ഇപ്പൊ വിഷയം ജോയിൻ. മഞ്ഞുകാല രോഗങ്ങളും ഹോമിയോപ്പതിയും എന്നുള്ളതാണ്. ഹോമിയോപ്പതിയുടെ പ്രത്യേകത തന്നെ ഇതാണ്. ഓരോ സീസൺ വൈസ് മെഡിസിൻ നമുക്ക് പല തരത്തിൽ സിമിലർ മെഡിസിനിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഏജ് വൈസ് എത്താൻ പറ്റും, സീസൺ വൈസ് എത്താൻ പറ്റും, പിന്നെ ഫാമിലി ഹിസ്റ്ററി വെച്ച് പറ്റും, എറ്റിയോളജി വെച്ച് പറ്റും, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് പറ്റും, പിന്നെ എപ്പിഡമിക്കിൽ അങ്ങനെ പറ്റും. അപ്പൊ ഒരുപാട് ഡയമെൻഷൻസ് ഹോമിയോപ്പതിക്ക് ഉണ്ടെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ഈ അഡ്വാൻറ്റേജിനെ ഒരു എന്ത് പറയാൻ പ്രൊജക്ട് ചെയ്യുക, സൊസൈറ്റിയിലേക്ക് പ്രൊജക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഓരോരുത്തരും അതിനായി ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പൊ തന്നെ ഡ്രൈ കോൾഡ് എയർ റെമഡീസ് കുറേ എണ്ണം സ്പോഞ്ചിയ നാഷിന്റെ കുറെ ട്രയോസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ വിന്റർ മെഡിസിൻസ് കുറെ ഉണ്ട്. അലൂമിന പോലെ പെട്രോളിയം, അലൂമിന, അങ്ങനെ കുറെ മെഡിസിൻസ് ഈ മഞ്ഞുകാലത്തുള്ള അസുഖങ്ങൾക്കുള്ള. അതുപോലെ തന്നെ ഈ വെതർ ചേഞ്ച് വരുമ്പോൾ കുറെ മെഡിസിൻസ്, ഫ്രം വാം ടു കോൾഡ്, കോൾഡ് ടു വാം, അങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട്. ഇസ്മായിൽ ചേട്ടൻ സാറിനെ പോലെ വളരെ പരിണതപ്രജ്ഞനായ ഒരാൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമായിട്ട് മാറും. അത് ശ്രദ്ധിക്കുക മാത്രമല്ല, നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ഷാജി കുഞ്ഞു ഡോക്ടർക്ക് മഞ്ഞുകാലത്തെ കുറിച്ച് പറയാനുള്ളത് പറയാം. സാർ എത്തിയിട്ടില്ല. അല്ല, ധനേഷ് ഡോക്ടർക്ക് ഉണ്ടല്ലോ. ധനേഷ് ഡോക്ടർ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ലേ, ഒരുപാട് എക്സ്പീരിയൻസ് കാണുമല്ലോ തീർച്ചയായിട്ടും പറയാം. അതുകൊണ്ട് ഡോക്ടറെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. ഡോക്ടർ സുഖമില്ലെന്ന് നമുക്ക് ഒരു പനി പിടിച്ചോ? അതെ അതെ, കിടന്നുകൊണ്ടാണ് കേൾക്കുന്നതും പറയുന്നതും ഒക്കെ. ആ ജൽസീമിയാണ് ഇപ്പൊ വളരെ എനിക്ക് എഫക്റ്റീവ് ഇവിടെ വന്നത്. ഒരുപാട് കേസുകൾക്ക് ജൽസീമിയ. അതെ 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 അതെ. മൂക്കൊലി ഞാൻ മൂക്കൊലിപ്പ്, തുമ്മല്, ചെറിയ പനി, തലയ്ക്ക് ഭാരം, കറക്റ്റ് ജൽസീമിയത്തിൽ ഒരുപാട് കുറയുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതായത് ശരിക്കും ഹെപ്പാസൾഫ്, കോസ്റ്റിക്കം, പിന്നെ സ്പോഞ്ചിയ, ഈ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് പൊതുവെ മഞ്ഞുകാലത്ത് പനിയോടും ചുമയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന രീതി. അതിനോടൊപ്പം അതിനോടൊപ്പം പറഞ്ഞ പോലെ തലയ്ക്ക് നല്ല ഭാരവും ഹെവിനെസ്സും കണ്ണൊക്കെ നിറഞ്ഞ് വെള്ളം വരികയൊക്കെ ചെയ്യുന്ന കണ്ടീഷനിൽ ജലസീമ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ജലസീമ്യത്തിനോട് ഒപ്പം തന്നെ അവിടെ പൾസാറ്റിയും മരുന്നുണ്ട്. കാരണം ദാഹമില്ല, ചേഞ്ചബിലിറ്റി ഇതെല്ലാം ഉണ്ടെങ്കിൽ പൾസാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു മെഡിസിനാണ്. നമ്മുടെ സേട്ട് സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സാർ എപ്പോഴും തിരക്കാണല്ലോ, ഇവിടെ യാത്ര ചെയ്തിട്ട് വന്നായിരിക്കും ഒരു പക്ഷേ. ഇടുന്നല്ലോ. കേൾക്കാം സാറേ, കേൾക്കാം. കേൾക്കാം. കേൾക്കാം സാറേ. ആ എല്ലാരും ഓക്കെ. സാറിന് കാത്തിരിക്കുകയാണ്. ഓക്കെ. അതെന്താ വെച്ചാൽ നേരത്തെ ഒന്ന് എത്തിയപ്പോഴേ ആ ഇവരോടെ പോയി അത്. ഉം. മഞ്ഞുകാല രോഗങ്ങളും ഹോമിയോപ്പതിയും ആണ് സാർ. മഞ്ഞുകാല രോഗങ്ങള് അതെ. ഏതായാലും ഞാൻ താമസിച്ചുപോയി, സോറി. 6 മിനിറ്റോളം നിങ്ങളെ ലേറ്റ് ആക്കി അല്ലേ? അതെ, കുഴപ്പമില്ല സാർ. സോറി, വെരി സാറല്ലേ. വെരി സോറി, വെരി വെരി സോറി. പിന്നെ നമ്മളിന്ന് നമ്മൾ മറ്റുള്ളവരെ കാണാൻ എന്താ മാർഗം? ഞാൻ എന്നെ തന്നെ കണ്ടാൽ പോരല്ലോ, ആ അത് മനോജിനെ കാണുന്നുണ്ട്. താഴെ പാർട്ടിസിപ്പൻസ് ഉണ്ട് സാർ. അവിടെ ഇല്ലാതെ ആരും ക്യാമറ ഓൺ ചെയ്തിട്ടില്ല സാർ. എല്ലാവരും ഈ അദൃശ്യരാണ്. അത് ശരി. അതെ അതെ. അപ്പോൾ എന്നെ കേൾക്കാം ഇപ്പൊ അല്ലേ? കുഴപ്പമില്ല. കേൾക്കാം സാറേ, കേൾക്കാം സാറേ, പറഞ്ഞോളൂ സാർ. ആ ആ അപ്പൊ എന്നെ എൻ്റെ ഫസ്റ്റില് മഞ്ഞുകാല രോഗങ്ങളാണ്. അതെ മഞ്ഞുകാലത്ത് ഇല്ലാത്ത രോഗങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം ഉണ്ട് അല്ലേ? മഞ്ഞുകാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ 5-6 കൂട്ടം മരുന്ന് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അക്കോണൈറ്റ് മുതൽ അക്കോണൈറ്റ്, ബെലോഡാം, ബ്രയോണിയ, എപ്പോസൾഫ്, നാട്രോസൾഫ്, നാട്രോമാഡ്സ്, കൽക്കരി ആർട്സ്, കൽക്കരി എഡേറ്റം, അങ്ങനെ പലതും. മെർക്ക് എഡേറ്റം, ചിലരൊക്കെ അഡ്മിറ്റ് വരുന്നുണ്ട്. കേൾക്കാം സാറേ, കേൾക്കാം. ആ കേൾക്കാം.
അപ്പൊ എന്റെ മുമ്പിൽ ഇങ്ങനെ ബീന എൻ്റെ ടു ദ വെയിറ്റിംഗ് റൂം, അത് ഞാൻ നിൽക്കേണ്ടി വരുമോ? ഇല്ല, സാറ് പറഞ്ഞു. അവിടെ നിൽക്കിയാൽ മതി. ആ, ഈ മറ്റുള്ളവരൊന്നും കണ്ടാൽ കൊള്ളായിരുന്നു, ഒരു ഭംഗിയായിരുന്നു. ഉം. അത് ഞാൻ മനോജനെ വന്ന് കാണുള്ളൂ. ആ, ആ, ഷൈല ഡോക്ടർ ഉണ്ട് ഇപ്പോ. സാറ് മൊബൈലിൽ കയറുമ്പോ കുറച്ച് പേരെ കാണാൻ പറ്റത്തുള്ളൂ, അതാണ് പ്രശ്നം. അല്ല നേരത്തെ കാണുന്നുണ്ടോ? അല്ല, മൊബൈലിലാകുമ്പോ കുറച്ച് പേരല്ലേ കാണാൻ പറ്റും, അതാ പക്ഷേ ഞാൻ അതിനുവേണ്ടി സാധനം മാറ്റിയിട്ടുണ്ട്, ആ, അത് വർക്ക് ചെയ്യുന്നില്ല. എന്താ ആ, ചെയ്യാപ്പം? ശരി. അപ്പുറത്ത് എന്റെ വൈഫിന്റെ ശകാരം, ഇവിടെ നിന്ന് നിങ്ങളെ ഇരി എല്ലാം കൂടെ അപ്പൊ അങ്ങനെയാണ്. ഉം. കുഴപ്പമില്ല. അപ്പൊ മഞ്ഞുകാല രോഗം എന്ന് പറയുമ്പോഴേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഹെപ്പാർ സൾഫും അക്കോണേറ്റും, ബെൽനോണ, കൽക്കരക്കാരും കൽക്കര അഡേറ്റം, നാട്രോസൾഫ്, നാട്രമാൾസ്, അങ്ങനെ കുറച്ച് മഞ്ഞളാണ്. എന്നെ സംബന്ധിച്ചോളം കൂടുതൽ പറയുകയാണെങ്കിൽ മഞ്ഞുകാലത്ത് എന്താ ഉണ്ടാകുന്നത്? പകല് നല്ല ചൂടായിരിക്കും, അല്ലേ? നല്ല ചൂടായിരിക്കും, പകൽ നല്ല പ്രസന്നമായിരിക്കും. രാത്രിയാകുമ്പോഴും മഞ്ഞുകൂടി നമ്മളെല്ലാം കൂടെ വലുതാക്കും. അപ്പൊ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് മെഫൈറ്റിസ് എന്ന് പറഞ്ഞ രോഗമുണ്ട്. മരുന്നുണ്ട്, അറിയാമോ? Yes, sir. മെഫൈറ്റിസ് ആ, സാധാരണ എന്തോ റേഞ്ച് പോയെന്ന് തോന്നുന്നു. ഉണ്ട് സാർ, ഉണ്ട്. എവിടെ? ഉണ്ട്, സാറിനകത്തുണ്ട്, പാർട്ടിസിപ്പന്റ് ലിസ്റ്റിലുണ്ട്. എന്താ ഫോൺ? ആ, വന്നു. ആ മെഫൈറ്റിസ് എന്ന മരുന്നുണ്ട്. ആ, അത് നമ്മൾ സാധാരണ കൊടുക്കുന്ന വില്ലൻ ചുമയ്ക്കാണ്, അല്ലെ? കുട്ടികളെ കൊണ്ട് വില്ലൻ ചുമയ്ക്കാണ് കൊടുക്കുന്നത്. ഗ്യാങ്ങിങ്, വൊമിറ്റിംഗ്, ഗ്യാങ്ങിങ്, കണ്ടിന്യൂസ് കഫ് വൊമിറ്റിംഗ് ആണ്. ആ മെഫൈറ്റിസ് ആണ് ഈ മഞ്ഞുകാല രോഗത്തിന് ഏറ്റവും കൂടുതൽ വരുന്നത്. മഞ്ഞുകാല രോഗങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത് മെഫൈറ്റിസ് തന്നെയാണ്. Can't open the video. ഹെപ്പാർ Video. സൾഫുണ്ട്. എന്താ വേറെ ഇല്ല സാർ, ഇല്ല, പ്രശ്നമുണ്ടോ? സാറ് പറഞ്ഞോളൂ. ആ, ഹെപ്പാർ സൾഫ്, അക്കോണേറ്റം, ആ, നാട്രോസൾഫ്, നാട്രമാൾസ്, കൽക്കര ആൾസ്, അല്ലേ? ആ, സാധാരണ വരുന്ന മരുന്നുകൾ. നമുക്ക് പകൽ രോഗങ്ങൾക്ക് പകല് നല്ല ഡ്രൈ ആയിരിക്കും, രാത്രി നല്ല മഞ്ഞായിരിക്കും. ആ, അപ്പോഴാണ് കൂടുതൽ വരുന്നത്. ബെലഡോണയും മെഫൈറ്റിസും വരും, ബ്രയോണയും മെഫൈറ്റിസും വരും. അതുപോലെ തന്നെ അക്കോണൈറ്റ് മെഫൈറ്റിസ് വരും, അക്കോണൈറ്റ് നാട്രോസൾഫ് വരും, അക്കോണൈറ്റ് മെഫൈറ്റിസ് വരും. അങ്ങനെ പല വരും. നമ്മൾ അവിടെ കാണുന്നത് ചുമ വെച്ചാൽ രാത്രിയാകുമ്പോൾ ചുമ കണ്ടിന്യൂസ് ആയിട്ട് ചുമയാണ്, ഭയങ്കര കണ്ടിന്യൂസ് ചുമയും. ആ ചുമ എന്ത് ചെയ്യുമ്പോൾ ഒരു ഓക്കാനം പോലെ വരിക. ചില ആൾ ശ്രദ്ധിക്കുക, പകല് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പകലാണെങ്കിൽ നല്ല ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഡ്രൈ ക്ലൈമറ്റ് വരുന്നതാണ് രാത്രി ഇങ്ങനെ ഉണ്ടാകുന്ന കാരണം. ആ ഡ്രൈ ക്ലൈമറ്റിൽ നേരെ ആണ് മനസ്സിന് തണുപ്പത്തോട്ട് കയറുമ്പോഴേക്കും പ്രശ്നമുണ്ട്. ഇന്ത്യ ടു കോൾഡ്, സമ്മർ ടു കോൾഡ്, അല്ലെങ്കിൽ ഹോട്ട് ടു കോൾഡ്, അങ്ങനെ വരുമ്പോഴുള്ള മത്സ്യങ്ങളും ഇതാണ് നട്ടസൽപ്പ്, കൽക്കരി ആഴ്ചയെല്ലാം കൂടുതൽ വരുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ കണ്ടിന്യൂസ് കഫ വരികയാണെങ്കിൽ ഒരു ദിവസം മെഫൈറ്റിസ് കൊടുത്താൽ പെട്ടെന്ന് മാറും. ഏത് കാലാവസ്ഥയിലാണെങ്കിൽ ആർക്കാണ് മെഫൈറ്റ് 200 ഡോസ് കൊടുത്താൽ മാറും. മെഫൈറ്റിന് വേറെ ഉപയോഗമുണ്ട്, അറിയോ? ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അമേരിക്കയിൽ വെച്ച് ഞാൻ അമേരിക്കയിൽ പോകുമ്പോൾ വെറുതെ സ്കൂട്ടർ ഇട്ട് നടന്നു പോവുകയും എൻ്റെ കൂടെ ടെസ്റ്റോഗി അവരൊക്കെ വലിയ ഷോളൊക്കെ നിറച്ച് കൊണ്ട് തണുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു സ്കൂട്ടർ മാത്രമായിട്ട് നടന്നു പോയാൽ അപ്പോൾ അവർ ചോദിക്കുക, ഏയ് കൈസാ ഇൻസാനെ കൈസാ ചടുത്തായെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റും. ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പോകുന്നു. ഞാൻ ഇതുപോലെ നടന്നു പോവുകയാണ്. കാരണം ഞാൻ ഒരു ദിവസം മെഫൈറ്റിസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. മെഫൈറ്റിസ് തണുപ്പിൽ തടയും. ഊട്ടിയിലൊക്കെ പോകുന്ന ആളുകൾ മെഫൈറ്റിസ് ഒന്ന് കഴിക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഊട്ടി പൂനാലിലൊക്കെ പോയാൽ അത് തന്നെ തണുപ്പ് കാലത്ത് അബുദാബിയിലും ദുബായിലൊക്കെ പോകുമ്പോൾ തണുപ്പത്ത് പോവുകയാണെങ്കിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ പോവുകയാണെങ്കിൽ മെഫൈറ്റിസ് ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ മറ്റു രോഗങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവിടെ കൃത്യമായിട്ട് നടക്കാൻ പറ്റും. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ, കാനഡയിൽ പോയപ്പോൾ ഇത് തന്നെ സംഭവിച്ചു. കാരണം ഞാൻ ഒരു ദിവസം മെഫൈറ്റിസ് കഴിച്ചു, എൻ്റെ ബോഡി കണ്ട ചൂടായി.
അല്ലേ? ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ കഴുത്തിന് കുറച്ച് വിയർപ്പും വരും. അതാ വലിയ അതിശയം. അത് കഴിഞ്ഞാൽ കഴുത്തിൽ കുറച്ച് വിയർപ്പ് വരും എനിക്ക്. മറ്റവർക്ക് ഉണ്ടാവാറുണ്ടോ കൊടുത്തു കഴിഞ്ഞാൽ? ഞാൻ പിറ്റേന്ന് അവർക്കെല്ലാം കൊടുത്തു, അവർക്ക് വലിയ സംഭവിച്ചു. അവർക്ക് വലിയ അതിശയമായിരുന്നു. TP രസോഗിനി അറിയോ? പഴയ ഡയറക്ടർ ഓഫ് ആ റിസർച്ച് സെന്ററിൽ അതെ CCRH അതെ സാർ അതെ. CCRHന്റെ. അപ്പൊ എനിക്ക് അത് തന്നെ മറ്റേ രാജസ്ഥാൻ കോളേജിലെ ഡോക്ടർ കപിൽ, അങ്ങനെ അവരെല്ലാം ഉണ്ടായിരുന്നു മീറ്റിങ്ങിന്. കേരളത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂടെ ഡോക്ടർ ജോൺ സാർ വരുന്നതുകൊണ്ട് വന്നില്ല സമയത്ത്. ഞാൻ മാത്രമേ പോയുള്ളൂ. മറ്റവർക്ക് ഡൽഹിക്കാർ 7-8 പേരുണ്ടായിരുന്നു, ഡൽഹിയിലുള്ളവർ. അവിടെ ഞങ്ങൾ പോയി കണ്ടപ്പോഴത്തെ എല്ലാവരും പോയിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അതിന് മേളിൽ എന്തോ ഒരു മൊബൈല് തലതിരിഞ്ഞിരിക്കും സാറിന്റെ. ഏഹ് എന്റെ കുഴപ്പമാണോ? അല്ലല്ല സാർ അങ്ങനെ പറയട്ടെ, കുഴപ്പമില്ല. സാർ പറഞ്ഞ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വരുന്നത്. എല്ലാവർക്കും സാറും സാറിന്റെ തല തിരിഞ്ഞാണ് വരുന്നത് ഫോട്ടോ. ഇപ്പൊ റെഡി ഇപ്പോഴേ റെഡി ഓക്കെ. അത് അങ്ങനെ നേരത്തെ അങ്ങനെ വെക്കട്ടെ. കെട്ടിയപ്പോൾ അങ്ങനെ ആയതാണ്. അത് അപ്പൊ അതിന് ഞാന് ഇപ്പൊ റെഡി. മൊബൈല് കയറിയപ്പോഴേ വൈഫിനടുത്ത് പറഞ്ഞ് ഇതിനകത്ത് കയറാൻ പറഞ്ഞു. വൈഫ് കയറി തന്ന അങ്ങനെയാ, അതുപോലെ ഇപ്പൊ വെച്ചോണ്ടിരിക്കുക. അപ്പൊ റെഡി. ഞാൻ തലകുത്തി നിൽക്കുകയായിരുന്നു അല്ലേ? ഞാൻ കരുതി അതിന് മെഡിസിൻ കഴിക്കേണ്ടി വരുന്നത് ആ തല ഇടിഞ്ഞിരുന്നു. ആ പഴയ സർക്കസുകാരനാണല്ലോ, കുഴപ്പമില്ല. ഇടയ്ക്കൂടെ പഴയ സ്വഭാവം വരുന്നതായിരിക്കും. അതെ. ഓക്കെ ഓക്കെ. അപ്പോഴേ ഞാനിങ്ങനെ മെഫേറ്റ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി നടക്കും. അവർക്കൊന്നും കുഴപ്പമില്ല, എനിക്കത് കുഴപ്പമില്ല. അവരൊക്കെ ഇങ്ങനെ പൊതിച്ചു മൂടി കിടക്കും, നടക്കും. ഞാൻ സുഖമായിട്ട് ഇങ്ങനെ എനിക്കൊരു സൂട്ട് മാത്രമേ ഉള്ളൂ. ആ സൂട്ടൊന്നും ഞാൻ എടുത്തുള്ളൂ. ഒരു പുതപ്പ് ഞാൻ എടുക്കില്ല. കമ്പിളി ഒന്നും എടുക്കാറില്ല, മെച്ചാളൊന്നും എടുക്കാറില്ല. വെറും എൻ്റെ സൂട്ട്. പിന്നെ അവിടെ നമ്മളൊരു ഡ്രസ്സായതുകൊണ്ട് അങ്ങനെ ഇട്ടാണ്. ആ ഊളൻ്റെ ഒന്നുമല്ല, സാധാരണ സൂട്ടാണ് ഉപയോഗിച്ചത്. അത് ദുബായിൽ നിന്ന് മാറ്റം പോയായിരുന്നു ആ സൂട്ട് ഒരെണ്ണം. ഒരെണ്ണം ഇവിടെ നിന്ന് കൊണ്ടുപോയി, ഒരെണ്ണം ദുബായിൽ വാങ്ങിച്ചു. ദുബായിൽ ചൂടാൻ അവിടെ ഇട്ടത്. ഊണൊന്നും ഇല്ലായിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവർക്കെല്ലാം അതിശയോ, എന്താ ഇങ്ങനെ പോകണമെന്ന്. ലാസ്റ്റ് ഞാൻ പിറ്റേന്ന് അവർക്കെല്ലാം 3 ഗുളിക വെച്ച് വായിട്ട് കൊടുത്തു. അപ്പൊ അവർക്ക് വല്ല ഹാപ്പിയായി. ऐसा मैजिक मेडिसिन क्या है रसोगी? हमारा मेडिसिन होम्योपैथी है। होम्योपैथी मालूम है कैसा? नाम क्या है उसका? हमारे मेफेटिस മെഫീസ് ऐसा ജാദു है. ഇതുപോലെ ജാദു ഉണ്ടോ? ജാദു മനസ്സിലായില്ലേ? ഹിന്ദിക്കാരുടെ ഭാഷയാണ് ജാദു. അത് സംഭവിക്കാത്ത സംഭവിച്ചു വരുമ്പോൾ അത് ജാദു എന്ന് പറയുന്നത്. അത്ഭുതം. മാജിക് ജാദു എന്ന് പറയും. ഞാൻ അവർക്ക് എല്ലാം കൊടുത്ത് എൻ്റെ കൂടെ ഉള്ളവർക്ക് ആർക്കും പാൽ സാറ്, ജസോഗി, അങ്ങനെ ദിലീപ്, മേത്ത, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു കേരളത്തിന്. ഒരു 10-11 പേര് എറണാകുളത്ത് ഇവിടെ ഡൽഹിയിലുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവിടെ ഉള്ള തെരുവുള്ള ചില ഡോക്ടർമാരെ ഞാൻ കണ്ടിരുന്നു. അവർക്ക് അതിന് വലിയ അതിശയമില്ല അങ്ങനെ മെഫറ്റിന്റെ ആക്ഷൻ കഴിച്ചു. അപ്പം അന്ന് പോലെ അതിനുശേഷം എനിക്ക് ജസോഗി 1-2 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഇതിന്റെ മെഫേഴ്സ് കഴിക്കാറുണ്ട് കേട്ടോ തണുപ്പത്ത്. നല്ല ആശ്വാസമാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? അങ്ങനെ ആർക്കും ഉള്ള അനുഭവം ഇല്ല സാർ. ഉണ്ടോ? പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് സാർ, ഞാൻ സ്വയം കഴിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞേ? അനിൽകുമാർ ഡോക്ടർ. നമ്മുടെ ധനകാര്യമന്ത്രി. അല്ല, പണ്ട് നമ്മള് മനോജും ഡോക്ടറും നമ്മളും കൂടെ സാർ അവിടെ വന്ന് ഹോമിയോ കോളേജ് സെമിനാർ നടത്തിയപ്പോഴേ പറഞ്ഞ സാർ മെഫൈറ്റിസ്. അതെ അതെ അതെ. ഞാൻ പിന്നെ ദുബായി പോയപ്പോ ഇത് ഞാൻ കഴിച്ചത് 1900 അമേരിക്കയിൽ പോയപ്പോഴാണ്. 81 അന്ന് കഴിച്ചാണ് ഞാനിത്. അത്ര മാജിക് മരുന്നാണ്. അത് തന്നെ നമുക്ക് ഇവിടെ ഈ തണുപ്പത്ത് കൊടുത്തു കഴിഞ്ഞാല് ഒരു അസുഖം കൂടില്ല. പ്രതിരോധ ശക്തി കിട്ടും അവർക്ക്. അല്ല സാർ, ഇപ്പോഴത്തെ ചുമക്ക് ഫലപ്രദമാണോ? ഇപ്പോഴത്തെ ചുമക്ക് തണുപ്പത്ത് ഫലപ്രദമാണ് മെഫൈറ്റിസ്. ഞാനിങ്ങനെ അതിശയം അവിടെ കാണിച്ചിട്ടുണ്ടേ. അത് കാണിച്ചിട്ടാണ് വന്നത്.
അപ്പൊ അവരെല്ലാം അതിശയിച്ചുകൊണ്ട് നോക്കുമായിരുന്നു എല്ലാവരും. അന്ന് വന്ന പല ഡോക്ടർമാരും അവിടെ ഇന്ത്യയിലുള്ളവരും അവിടെ അമേരിക്കയിലുള്ളവരും അത് അതിശയിച്ചു. അവർക്ക് വരെ അത് എഫക്ട് ചെയ്തിരുന്നു. സാറേ അവരെ അപ്പൊ പലരും കഴിച്ചിട്ട് എഫക്ട് നമ്മുടെ ചെയ്യായിരുന്നു. ഇന്നത്തെ വിഷയം സാറിനോടുള്ള ചോദ്യോത്തരങ്ങളാണ്. അപ്പൊ ആർക്കും സംശയങ്ങൾ ചോദിക്കാൻ സമയം കൊടുക്കാം. അത് സ്റ്റാർട്ട് ചെയ്തോളൂ. സാറിന് ആമുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇത് ആ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുടെ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് മെഡിസിൻസ് ഇങ്ങനെ നമ്മൾ പറയല്ലേ, എന്തൊരു മേഘങ്ങൾ മാരി ചൊരിയുന്നത് പോലെ തൂകി തുടങ്ങി ശരങ്ങൾ നേരം അർജുനൻ ആ അമ്പ് ചെയ്ത പോലെയാണ് സാറിന്റെ ഓരോ മെഡിസിൻ ചെറവറ ഇങ്ങനെ വരികയാണ്. കൽക്കേറി ആയത് അത് ഇത് പറഞ്ഞ് നേട്ര ആഴ്സ് കാലി ആഴ്സ് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് തോറുന്ന അവസരമാണ്. അപ്പൊ അറയ്ക്കാതെ മടിക്കാതെ എല്ലാവരും കടന്നു വരിക. എനിക്കതാ പറയാനുള്ളൂ. ഷൈൽ ഡോക്ടർ എന്തും ചോദിക്കാനുണ്ടോ? ഷൈൽ ഡോക്ടർ തുടങ്ങാം. ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ പോയിരിക്കും അവിടെ. അതെ കട്ടിലിരുന്നാൽ ശരിയാവില്ല. അതെ സാർ. സാറ് യാത്ര കഴിഞ്ഞ് വന്നാണ് തോന്നുന്നു. രമാദേവി ഡോക്ടറുണ്ട്, ഒരുപാട് പേരുണ്ട്. സാറിനോട് എന്തെങ്കിലും സംശയങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാം. നമ്മള് അവിടെ സൗണ്ട് വെക്കരുതേ. എനിക്കൊരു സംശയം ഉള്ളതേ, ആ ഇപ്പൊ ഈ സീസണിൽ ഒത്തിരി പേർക്ക് ഈ തണുപ്പ് കൊണ്ട് ഈ മൊരിച്ചിലും പോലെ ചൊറിച്ചിലും ഉണ്ട്. അതിന് നമുക്ക് ഏത് മെഡിസിൻ കൊടുക്കാം? എന്തോ ഡെൽക്യാമറ. ഡൽക്യാമറയാണ് അല്ലേ സാറിന്? നമ്മള് ഡൽക്യാമറ സ്കിൻ കംപ്ലൈന്റിന് മഴ സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഡൽക്യാമറ ഉള്ളതല്ല. ഡൽക്യാമറ ഈ മൊരിച്ചില് മാറുമോ? മാറും. ഡെൽക്യാമറ ഇസ് ദ കോൾഡ് മെഡിസിൻ റെമഡി എന്നല്ലേ നാഷ് പറഞ്ഞിട്ടുള്ളത്. അതെ. അടുത്ത നമ്മുടെ ഷബീഖ് ഡോക്ടറാണ്. ഷബീഖ് ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണേ. അതായത് ചില ആളുകള് നമ്മളിവിടെ കേരളത്തിന് ഊട്ടിലോട്ട് പോയാൽ കാല് കാണുമ്പോൾ കിഴക്കല, മുട്ടിന് കീപ്പോട്ട് ഭയങ്കര കിഴക്കലും അരക്ക് കീപ്പോട്ട് ഭയങ്കര കിഴക്കല. അപ്പൊ അത് എനിക്ക് അങ്ങോട്ട് പോകാൻ ഒത്തിരി ബിസിനസ്സുകാരെ ഉണ്ട്, പോകാൻ ഒത്തില്ല പറയും. ഒരു ഡ്രാം വെച്ച് കൊടുക്കും, അവിടെ കച്ചവടം പറയും. ഡെയിലി ഓരോ 3 തിരിച്ചു വരുന്നവരെ കുഴപ്പമുണ്ടാവില്ല. ശരി സാർ. ഓക്കെ. ഡെൽക്യാമറ. ഓക്കെ. ഷബീഖ് ഡോക്ടറെ സംസാരിച്ചു. ഡെൽക്യാമറയ്ക്ക് പറയുന്നത്, ബോറിക്കിൽ പറയുന്നത് ഹോട്ട് ഡേയ്സ് ആൻഡ് കോൾഡ് നൈറ്റ് ടുവേഴ്സ് ദ ക്ലോസ് ഓഫ് സമ്മർ. അതല്ലേ ഡെൽക്യാമറയ്ക്ക് പറയുന്ന സിംറ്റം. അപ്പൊ ഡെൽക്യാമറ ഇപ്പം കറക്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പൊ നമുക്ക് പകല് നല്ല ചൂടും രാത്രി നല്ല തണുപ്പുമാണല്ലോ. പോലെ ഉണ്ടാവില്ലേ? പനി സാറേ, ഇപ്പോഴത്തെ പനി കഴിഞ്ഞിട്ട് വരുന്ന ചുമയ്ക്ക് ഒരുമാതിരിപ്പെട്ട മരുന്നുകളൊന്നും കൊടുത്താൽ കുറയുന്നില്ല. അപ്പം മെഫൈറ്റിസ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതുപോലെ റൂമെക്സ് നല്ല മെഡിസിൻ. തണുത്ത എയർ ആണല്ലോ ശ്വസിക്കുന്നത്, അപ്പൊ ചുമക്കുന്നുണ്ട്. റൂമെക്സ് നല്ല മെഡിസിൻ. റൂമെക്സിന് പക്ഷെ ഒരു ഇൻഡിക്കേഷൻ പറയുന്നുണ്ട്, ചെവി മറച്ച് ഇങ്ങനെ തലയിൽ കൂടെ കെട്ടും. എന്തിനാണ്? തണുപ്പടിക്കാതിരിക്കാനല്ലേ. അപ്പൊ തണുപ്പടിക്കാതിരിക്കാം. പക്ഷെ ലോജിക് ഇതാണ്. ആ രോഗി അങ്ങനെ കൂടെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഇൻഡിക്കേറ്റഡ് ആയിരിക്കും. അങ്ങനെ കൊടുക്കാൻ ചെയ്യുകയാണെങ്കിൽ ചോറിനും കൊടുക്കാൻ കേട്ടോ. ചോറിനും ഭയങ്കര റൂമെക്സിന് ശരിക്കും കോൾഡ് എയർ മൂക്കാണ് ശരിക്കും പൊത്തി പിടിക്കുന്നത്. മൂക്കിലോട് തണുപ്പടിക്കാതിരിക്കാണ് റൂമെക്സ് വിളിക്കുന്നത്. മറ്റേ എപ്പാർസെൽഫല്ലേ ഡോക്ടറെ. ഓക്കെ. അത് തലവഴിയെ ചെവി കൂടെയും മൂക്കിൽ കൂടെയും തണുപ്പടിച്ചിട്ട് ഉണ്ടാകുന്ന എപ്പാർസെൽഫാ. അതെ. ഒറ്റ ഡോസ് വണ്ണം കൊടുത്താൽ മതി, അവിടെ നിൽക്കും. പിന്നെ ആ കാലാവസ്ഥയിൽ ഉണ്ടാവില്ല. ഓക്കെ. അത്ര എഫക്റ്റീവാ. 48 പാർട്ടിസിപ്പൻസ് ഉണ്ട്. 2 പേരെ ചോദിച്ചിട്ടുള്ളൂ. ഇനി 45 പേര് ബാക്കിയുണ്ട്. ചോദിച്ചോ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാതെ ഹാൻഡ് റൈസ് ചെയ്യാം. ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരാള് അഞ്ചിതാ അൺമ്യൂട്ട് ചെയ്യണേ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാർ, എന്റെ ഒരു സംശയമേ സാർ, സീനിയർ കോർപ്പോറേഷൻ എനിക്കൊരു കേസ് ഉണ്ട്. അപ്പൊ സീനിയർ കോർപ്പോറേഷൻ എനിക്കൊരു കേസ് ഉണ്ട്. സീനിയർ കോർപ്പോറേഷൻ ഒരു 60 year old ലേഡിയാണ്. അവർക്ക് ഞാൻ ടെലൂറിയം 30 കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാൻഡ് സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ വാക്സിനും കൊടുത്തു. പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് നാട്രമ്യൂർ ആണ്. അപ്പൊ നാട്രമ്യൂർ 200 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആളുടെ ഇറക്ഷൻസ് എല്ലാം സബ്സൈഡ് ചെയ്ത്, പക്ഷെ ഇറക്ഷന്റെ ആ ഒരു മൊത്തത്തിൽ മാറിയിട്ടില്ല. പക്ഷെ അതിന്റെ കളർ ചേഞ്ച് വന്നു, എല്ലാം വന്നു. പിന്നീട് ഒരു 200 കൊടുത്ത 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും, എന്നുവെച്ചാൽ ഒറ്റ ഡോസ് കൊടുത്തിട്ടുള്ള നാട്രമ്യൂർ 200 1 ഡോസ്, അതൊരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അതേപോലെ എന്നുവെച്ചാൽ സെയിം സിംറ്റംസ് വീണ്ടും വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ വീണ്ടും ഒരു ഡോസ് കൊടുക്കാൻ പറഞ്ഞു. സാർ ഇതിന്റെ ഒരു പ്രോഗ്രാംസ് അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ മെഡിസിൻസ് നമുക്ക് ചിന്തിക്കാന്നുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞത്. ബ്ലഡ് ക്യാമറ ചിന്തിക്കാണ്ടോ? ബ്ലഡ് ക്യാമറ ചിന്തിക്കാവുന്നതാണ്. പിന്നെ ഈ തണുപ്പ് വല്ലാണ്ട് ചൂട് കാലം ഉണ്ടാകുമ്പോഴേ രാത്രി തണുപ്പ് കൊണ്ടായിട്ടുണ്ടാകുന്ന ഒന്നുമില്ല. നമ്മൾ ബ്രയോണിയായിട്ട് സിംറ്റംസ് ഒന്നും പറയുന്നുണ്ടല്ലോ. തണുപ്പത്ത് പോയി കല്ലിൽ പോയിരുന്നിട്ട് വേനൽക്കാലത്ത് കല്ലിൽ പോയിട്ട് തണുപ്പത്ത് പോയ കാലം മുക്കിയ കൊണ്ട് ചുമക്കും. അത് മറ്റേ മെഡിക്കലും അങ്ങനെ പറയുന്നുണ്ട്. നല്ല വേനൽക്കാലത്തെ കല്ല് ചൂടുള്ള കല്ലില് ചവിട്ടിയിട്ട് അവിടെ വെള്ളത്തിൽ ഇറങ്ങിയാൽ ഉടനെ ചുമ ഉണ്ടാവും. ആ സമയത്ത് വലിയ സിംറ്റമാണ്. ഇനി ആർക്കെങ്കിലും രമാദേവി ഡോക്ടറെ ചോദിക്കാറുണ്ടോ? രമാദേവി ഡോക്ടറെ, ഏറ്റവും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് രമാദേവി ഡോക്ടർ. രമാദേവി ഡോക്ടറെ സംസാരിക്കുന്ന ഡോക്ടർ അനിലാണ് സാറേ. പറയൂ. സാറ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കോളൻ ബ്ലോക്ക് കേസ്, സാർ കേസ് ഒന്ന് പറയൂ സാർ. കോളൻ ബ്ലോക്കേ സാർ എന്നെ വിളിച്ചിരുന്നില്ലേ? മറ്റേ ക്യാൻസർ വന്നിട്ട് ബ്ലോക്കായ കേസ്. സാറിന്റെ അനുഭവമാണോ? ഒന്ന് പറയാം. ഇല്ല മറ്റേ നമ്മുടെ റെസ്ക്യൂ റെമഡി കൊടുത്തില്ലേ? ഞാനും ഒരു കേസിൽ കൊടുത്തു സാറേ, 100% റിസൾട്ട്. നല്ല ആക്റ്റാണ് കേട്ടോ. കുറയാനായിട്ടാണ് കൊടുത്തത്. അപ്പൊ സാറാ കഥയെന്ന് പറഞ്ഞാൽ മതി. അതെ, ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പം കൊടുക്കാൻ പറയാൻ അങ്ങനെ കൊടുത്താൽ ഞാൻ അന്നാലും ആദ്യം മാറ്റി വെക്കണം കേട്ടോ. എന്റെ ആരില്ല എന്ന് പറയുന്നത് ഒരു ക്യാൻസർ വന്നിട്ട് സാറിന്റെ ഒരു പേഷ്യന്റിന് കംപ്ലീറ്റ് ബ്ലോക്ക് ആയി പോയി. ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ട് തിരിച്ച് അവരെ ഒന്നും ചെയ്യാനില്ലാന്ന് വിട്ടു. അങ്ങനെ സാറിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പൊ സാറ് നമ്മള് പല കേസുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഡിസ്കസ് ചെയ്യപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാനില്ല, ചുമ്മാ റെസ്ക്യൂ റെമഡി കൊടുക്കാൻ പറഞ്ഞു. വീട്ടിൽ പോയി നോർമലായി. ഓക്കെ ഡോക്ടറെ, ഇനി അടുത്ത ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓപ്പോ, പേരില്ല, ഓപ്പോ A5 അൺമ്യൂട്ട് ചെയ്യാമോ? സംസാരിച്ചോളൂ. ഓപ്പയുടെ പേരെന്താ അറിയൂ? ഓപ്പയുടെ പേരൊന്ന് പറയാൻ പറയാ. അല്ല, ഓപ്പോ ആരാണെന്ന്. എന്താ സാറേ? സംസാരിച്ചോളൂ. കേക്കാവോ? കേൾക്കാം. ഞാൻ ഡോക്ടർ ശാന്തയാ. എന്താ ഡോക്ടറെ കാണാവോ? ഇല്ല, കാണുന്നില്ല. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നുണ്ടാവില്ല മനോജ് ഡോക്ടർ. വീഡിയോ ഓൺ ആകുന്ന കോസ്റ്റ് ആക്കി ഡോക്ടറെ. ഗോൾ പോളിപ്പിന് എന്താ നമ്മള്? ഗോൾ ബ്ലാഡർ പോളിപ്പ് ഞാൻ കൂടുതൽ കൊടുക്കുന്ന തുജയാണ് കേട്ടോ. കൽക്കരി ആഴ്സും തുജയും ഉണ്ടാവും. കൽക്കേരി ആർസ് ഏത് പൊട്ടൻസിയാണ്? 30 കൊടുത്താൽ മതി. തൂജ 30 ആണ്. അതിൽ തുജ കൊടുത്ത് നോക്ക്. ഇല്ലേ കൽക്കരി അപ്പൊ ഈ ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് ആണ് പറയുന്നത്, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവില്ല. അത് ലിവർ എപ്പോഴും എഫക്ട് ചെയ്യും, ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഉണ്ടാവും. ലിവർ ഡിസോർഡർ ആയാലും വിശപ്പും ഉണ്ടാവില്ല, ഗ്യാസ്ട്രിക് കംപ്ലൈന്റ്സ് എല്ലാം ഉണ്ടാവും. എന്റെ പേര് മാറ്റി തന്നതിന് താങ്ക് യു. ഓപ്പോ എന്നുള്ള അതെ,
ഡോക്ടർ ഒന്നുകൂടെ പേരിട്ട്. ഓക്കെ ആ. വിചാരിച്ചേ. ഓക്കെ ഡോക്ടർ, പങ്കെടുത്തതിന് നന്ദി. അപ്പൊ ഇതിനകത്ത് ഈ നമ്മൾ പഠിക്കുമല്ല, ഫെയർ ഫാറ്റി ഫ്ലാബി 40 ഫീമെയിൽസ് ഫെർട്ടൈൽ 40 ഇതാണല്ലോ പറയണത്. അപ്പൊ അവർക്കെല്ലാം തന്നെ ഈ കോളിലിത്യാസിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഏജിൽ കൂടുതൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ഗാൾബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഈ ഇന്നൊരു അസുഖം ഇന്നൊരാൾ വന്നു, അത് ഇന്ന് വന്നപ്പോൾ ഞാൻ തന്നെ അക്ഷയിച്ചു പോയി. ആ. അതിനകത്ത് വരുമ്പോഴേക്കും ഗോൾ ബ്ലാഡർ 2.2 ആയിരുന്നു. ഇപ്പൊ അത് 0.3 ആയിട്ട് 0.3 ആയിട്ട് കുറഞ്ഞുകൊണ്ട് ഇന്നൊരാൾ റിപ്പോർട്ട് ചെയ്തു. സ്റ്റോൺ ആണ് സാർ, ഗാൾബ്ലാഡർ സ്റ്റോൺ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പഴയ റിപ്പോർട്ട് ഉണ്ടാവില്ല, സാറിന് കോപ്പി തന്നിരുന്നു. അപ്പൊ എന്റെ അടുത്ത് തന്നെ കോപ്പി കാണുന്നില്ല. അപ്പൊ അയാളെ ഫയലിന് എടുത്ത് കാണിച്ചു തന്നു. 2.2 സെന്റിമീറ്റർ, അതെ 2.2 സെന്റിമീറ്റർ ഗോൾ ബ്ലാഡർ ഉണ്ടായിട്ട് എപ്പോഴും തിക്കായിട്ട് നിൽക്കുകയാണ്. ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു അയാൾക്ക്. അപ്പൊ അന്ന് ഞാൻ ആദ്യം കൊടുത്തത് പെർബറിച്ചാണ്. പെർബറിച്ച് ആ ടിഞ്ചിന് കൊടുത്തിട്ടാണ് പെയിൻ കുറച്ചത്. മീഫൈറ്റിസ് പൊട്ടൻസി 30 അല്ലെങ്കിൽ 200 ഏതാണ്? 30. എപ്പോഴത്തെ മറ്റേ ചുമക്കാണെങ്കിൽ കയറ്റി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ. ഇനി സമയം അരമണിക്കൂർ ബാക്കിയുണ്ട്. ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഇനിയുണ്ട് സമയം. അരമണിക്കൂറിനെ ഇരിക്കാമെങ്കിൽ എന്നെ ഇരുന്നോളൂ. ഇരിക്കാം. ഡോക്ടറെ ചോദിക്കട്ടെ? എനിക്ക് ചുമ വരുന്നത് ത്രോട്ടിന്റെ അവിടെ ഒരു ചെറിയ ചൊറിച്ചില് പോലെ തോന്നും. അത് കിടക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ചിലപ്പോൾ ബ്രീത് ചെയ്യുമ്പോൾ തോന്നിയ അതിങ്ങനെ ചുമച്ച് വൂപ്പിംഗ് കോഫ് പോലെ ചുമച്ച് കുറെ വോമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വല്ലാതായിട്ട് ഞാൻ എൻ്റെ ചുമ മാറുള്ളൂ. വൂപ്പിംഗ് കോഫ് ലൈക്ക് ചുമ, തൊണ്ടയിൽ ഇറിറ്റേഷൻ വരും ചുമ. അതിന്റെ കൂടെ വയറിൽ ക്രാംസും കൂടെ വരും. കുപ്രമെറ്റ് കഴിക്കാനോ? ഇല്ല, സാറ് പറയട്ടെ. എന്റെ മെഡിസിനാണ് ഞാൻ പറയുന്നത്. സാറിന്റെ മെഡിസിൻ സാറ് പറയാ, അതൊന്നും ആയിരിക്കില്ല. ക്ഷീണം വരുന്നു. കുപ്രമെറ്റ് അല്ലപ്പോ ഞാനിപ്പോ സ്റ്റാനമെറ്റ് കഴിച്ചായിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക്. അപ്പൊ രമ പറഞ്ഞു സ്റ്റാനമെറ്റ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഇനി കഴിക്കാം അല്ലേ? കുപ്രമെറ്റ് കഴിക്കാം അല്ലേ? താങ്ക് യു. സാറ്, ഈ വെരിക്കോസ് വെയിൻ അൾസറേഷൻ, ഭയങ്കര പെയിൻ, അൾസർ പെട്ടെന്ന് ഉണങ്ങാൻ എന്താ ചെയ്യാ? എനിക്കൊരു ഉണങ്ങാൻ ഭയങ്കര താമസം. ഷുഗർ ഒന്നും ഇല്ല. കൽക്കരി ഫ്ലോർ 30 കൊടുത്താൽ മതി. 30 പൊട്ടൻസി ഡെയിലി 2-3 ദിവസം കൊടുക്കുക. 4 ദിവസം കൊണ്ട് കുറയും. പെയിൻ സിവിയർ ആണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് പെയിനും കുറയും. പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട. വേറൊന്നും വേണ്ട. അതെ. ഇപ്പൊ വീനസ് അൾസർ കേസുകൾ കൽക്കരി ഫ്ലോർ ആണ് സാറിന്റെ സജഷൻ. അതിനെയും കുറെ ഹീൽ ചെയ്യുന്നതാണ് സാർ പറയുന്നത്. ഓക്കെ. ശൈല ചോദിച്ചില്ലേ ബോഡിയിൽ മുഴുക്ക? ശൈല ചോദിച്ചൊരു കേസ് ചോദിച്ചില്ലേ, ബോഡി മുഴുക്ക ഇങ്ങനെ പൗഡർ ഇട്ട് പെരട്ടിയോ ആ പൊടി തേച്ച പോലെ ഈ വിന്ററിൽ വരില്ലേ? സോറിയാസിസ് അല്ലേ അതല്ലേ? അപ്പൊ അതിന് എന്ത് മെഡിസിനാ പറഞ്ഞ ഡോക്ടർ? ഡെൽക്യാമറ അല്ലേ? ഡെൽക്യാമറയാണ് പറഞ്ഞത്. തണുപ്പ് കാലം ആയോണ്ടേ ഡെൽക്യാമറ. ഓക്കെ. ശാന്ത ഡോക്ടർ തീർച്ചയായിട്ടും രമാദേവി ഡോക്ടർ സംസാരിക്കണമല്ലോ. ഡോക്ടർ അനങ്ങുന്നില്ലല്ലോ. രമാദേവി ഡോക്ടറെ ഉറങ്ങിപ്പോയിട്ടുണ്ടോ? അതായിരിക്കും കാര്യം. അതെ, പല്ലുവേദന പല്ലുവേദനയായിട്ടുണ്ടായി. നമ്മുടെ തൊമ്പ്രാട്ടി വരാ. താങ്ക് യു. ഇവരെ സാറിനെയൊക്കെ ചേർത്ത് ഒറ്റ വാക്കി പറയാം. IFPHലെ പ്രതിഭാസങ്ങൾ എന്ന് പറയാം. അത്ഭുത പ്രതിഭാസങ്ങൾ. അതെ, എല്ലാരും 75-നും അടുപ്പിച്ച് അതിന് മുകളിൽ പ്രായമുള്ളവർ, പക്ഷെ ഇപ്പോഴും പഠിക്കാനുള്ള ആ ഒരു പ്രവണത തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാറ്, അതെ, പ്രായം കുറഞ്ഞവരൊക്കെ സംശയമൊന്നുമില്ല. വയസ്സായ അവരൊക്കെ പ്രായം
അല്ല, സംശയം. ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഡോക്ടർ RP പട്ടേൽ പണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ IHK പ്രോഗ്രാം ഉണ്ടല്ലോ, ഹോമിയോപ്പതിയുടെ ബൈസെൻട്രൽ സെലിബ്രേഷൻ. അപ്പൊ അത് സ്റ്റേജിൽ നാളത്തെ ഇദ്ദേഹം അപ്പോഴും എഴുതുകയാണ്, ഈ പറയുന്നതൊക്കെ നോട്ട് ചെയ്യണം. അത്രയും പ്രായത്തിലാണെന്ന് ആലോചിച്ച് നോക്കുക. ബാക്കി നമ്മളൊക്കെ വെറുതെ കൂളായിട്ട് നിന്നപ്പോഴത്തേക്ക് പട്ടേൽ സാർ നോട്ട് ചെയ്തോണ്ടിരിക്കണം അപ്പോഴും. അപ്പൊ എന്തുകൊണ്ടാണ് അവരങ്ങനെ നമ്മളെല്ലാം പഴയ പുള്ളി നോട്ട് ചെയ്യും. അതെ. അപ്പൊ അത്രയും ഒരു സൂക്ഷ്മമായിട്ട് അവരെ കാണുന്നു, പഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉയർച്ചയ്ക്ക് കാരണം. അത് ബാക്കിയുള്ളവർക്ക് മാതൃകയാക്കാൻ കഴിയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഇത്തിരി ചെറുപ്പക്കാർക്കൊക്കെ കുറച്ച് മുമ്പോട്ട് വരാനുള്ള ഒരു പ്രയാസമുണ്ട്. ഞാന് ഡൽഹിയിലെ ഒരു മീറ്റിംഗ് പോയപ്പോഴേ ഞാൻ അവിടെ ക്ലാസ് എടുത്തു. റെസ്റ്റോറൻറ്റ് വിളിച്ചിട്ട് പോയതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ക്ലാസ്സൊക്കെ റെസ്റ്റോറൻറ്റിയും റെസ്റ്റോറൻറ്റിൽ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു, ഇത് മരിച്ചുപോയി. പുള്ളി ബി ക്ലാസ്സുകാരനായിരുന്നു, പേര് മറന്നുപോയായിരുന്നു. ഇവർ രണ്ടും നോട്ട് എഴുതി കൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞു ലാസ്റ്റ് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു എഴുതാന്നുള്ളത്. അപ്പൊ ആര് പറയുന്നറിയോ, നിങ്ങൾ പറയുന്ന എല്ലാം പുതിയ താരങ്ങളാണ്, പിന്നെ എല്ലാം പുതിയതാ, ഞങ്ങൾക്ക് പുതിയ അതുകൊണ്ട് എഴുതിയെടുക്കും. അദ്ദേഹം ബുക്ക് കൂടെ ഇട്ടുണ്ട് കേട്ടോ. മനുഷ്യന്റെ പേര് മറന്നുപോയി. ബി ക്ലാസ്സുകാരനാണ്, നല്ല നോളജാണ്, അസ്ട്രോഗിയുടെ അടുത്ത സുഹൃത്താണ്. സാറേ യഥാർത്ഥത്തിൽ ഈ നമ്മൾ പറഞ്ഞത് സോ കോൾഡ് B ക്ലാസ്സിനകത്ത് യഥാർത്ഥ A ക്ലാസ്, നമ്മളീ പറഞ്ഞ A എല്ലാം Bയും C Z ഒക്കെയാണ് സാർ സത്യത്തില്. എന്റെ ഒരു കാഴ്ച, കാരണം അവര് പാഷൻ കൊണ്ട് വരുന്നതാണ്. വളരെ പ്രാക്ടിക്കലി ഉണ്ടാകുന്ന എന്താണ് എക്സ്പീരിയൻസ് പറയുന്നവരാണ്. അല്ല, പാഷനാണ് സാർ, അത് വിശ്വസിക്കാൻ പറ്റാത്ത പാഷൻ ഉള്ളവരാണ്. മറിയാമ്മ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഒരു ഇതും കൂടെ ചോദിക്കട്ടെ? ചോദിക്കൂ ഡോക്ടർ, ചോദിക്കൂ. ഡോക്ടറെ, ഒരു എൻഡോമെട്രിയോസിസ് കേസേ, സിവിയർ പീരീഡ് വരുമ്പോ സിവിയർ പെയിനാ. അപ്പൊ ഈ പീരീഡ് വരുന്നതിന് മുന്നേ അതിന്റെ ബെല്ലി ബട്ടൺ അങ്ങ് വീർത്തിരിക്കും. എന്നിട്ട് ബെല്ലി ബട്ടൺ വീർക്കും, എന്നിട്ട് മോഷൻ പോകാനായിട്ട് ഭയങ്കര പാടാ. ഈ പീരീഡ് തീരുന്നിടം വരെയും സിവിയർ പെയിന്, ബെല്ലി ബട്ടൺ ഇങ്ങനെ അങ്ങ് വീർത്ത് ഉണ്ട പോലെ ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ വരും. മോഷൻ പോവാനും ഭയങ്കര ബുദ്ധിമുട്ട്, സിവിയർ ഭയങ്കര പെയിനാണ്. എല്ലാ മാസം ഉണ്ടാവും. ഈ ബെല്ലി ബട്ടൺ വീർത്തിരിക്കും പീരീഡിന്റെ ടൈമില്. പിന്നെ കോൺസ്റ്റിപ്പേഷനും ഉണ്ട് ഭയങ്കര. എത്ര വയസ്സാ അവർക്ക്? 35 വയസ്സ്. 35 years അല്ലേ? അതെന്തുകൊണ്ടാണ്? അപ്പൊ അത് ഒരു സർജറി ചെയ്താൽ മാറില്ല, പിന്നെ പെയിൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെ, കൽക്കരിയേക്കാർ കേട്ടോ അവര്. കൽക്കരിയേക്കാർ തേർച്ച കൊടുക്കുക. പെയിൻ കൺട്രോൾ ആയി കഴിഞ്ഞാൽ 1000 അടിക്കുക. ഏതാ കൽക്കരി കാർബ് അല്ലാതെ? കൽക്കരിയ കാർബ് 30 കൊടുത്തിട്ട് കുറവുണ്ടാകുമ്പോഴേ 1000 പോകാം, പിന്നെ ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാ ബെല്ലി ബട്ടൺ മാത്രം തീർക്കണം അങ്ങനെ? ആ ഭാഗത്ത് മസിൽസ് ശക്തി കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. ഭാഗത്ത് ഇപ്പൊ ഇഗ്വന ചേർന്നയൊക്കെ ഞാൻ വരുന്നത് ആ ഭാഗത്ത് മസിൽസ് വീക്കാകുമ്പോ ഉണ്ടാവുന്നതല്ലേ. അതുപോലെ തന്നെ അമ്പലിക്കൽ ഏരിയയില് ആ മസിൽ വീക്കാകുമ്പോൾ അവിടെ തള്ളുണ്ടാവും. കൽക്കരിയ കാർബ് 30 കൊടുത്തിട്ട് കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ 1000 കൊടുക്കും കേട്ടോ. അപ്പൊ ഒരു അക്യൂട്ട് പെയിന്റെ സമയത്തോ? കൊടുത്താൽ മതി, അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. മറിയാമ്മ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? മറിയാമ്മ ഡോക്ടറെ. എന്റെ സംശയം, ഈ മഞ്ഞുകാലത്ത് പാംസും സോൾസിലും ഇങ്ങനെ ക്രാക്ക് വരുന്ന കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലോ സാറേ, അതിന് ഇപ്പൊ ക്രാക്ക് വരികയാണെങ്കിൽ പെട്രോളിയം ആണ്. വെരി സൂപ്പർഫിഷ്യൽ ക്രാക്ക് വരികയാണെങ്കിൽ ആർസി കാൽവാണ്. ഒരു മീഡിയം ടൈപ്പ് ക്രാക്ക് വരികയാണെങ്കിൽ അത് സ്വർണ്ണമാണ്. പെട്രോളിയം, ആർസെനിക്കും സ്വർണ്ണം അല്ലേ സാറേ? 3 മെഡിസിൻ അല്ലേ? അതെ, ഒന്നുകൂടെ ഒന്ന് പറയുമോ സാറേ? ഒന്നുകൂടെ പറഞ്ഞേ. ഏറ്റവും കൂടുതൽ ഡീപ്പ് വരികയാണെങ്കിൽ പെട്രോളിയം, പെട്രോളിയം സൂപ്പർഫിഷ്യലാണെങ്കിൽ ആർസെനിക് ആൽബം. കുറച്ച് ക്രാക്സ് വന്നിട്ടാണെങ്കിൽ അത് സ്വർണ്ണം.
ചോറിന് വരുമ്പോഴേക്കും ആ വാസ തൊലി ഇളകി വരികയും ചെയ്യും. അതിന് ഏത് പൊട്ടൻസി എന്നല്ലേ സാറേ? ഹയർ പൊട്ടൻസിയ, ഹയറാ നല്ലത്. വണ്ണം എല്ലാം. താങ്ക് യു സർ. ഓക്കെ. നീ 55 പേരുണ്ട്. ഇനിയും കുറെ പേരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഭദ്രൻ ഡോക്ടറെ അമ്മ വല്ലതും പറഞ്ഞു തരണേ, എനിക്ക് വല്ലതും പറഞ്ഞു തരണേ. ഞാനെന്ത് പറഞ്ഞു? പിന്നല്ല അതുകൊണ്ടാ. അവനാഴിയല്ലേ, അർജുനന്റെ അവനാഴിപ്പെട്ട ആളാ. അതെ. കൃഷ്ണൻ പറയുന്നു, എടുക്കുന്നു, അമ്പ ചെയ്തു അല്ലേ? അതെ. ഓക്കെ. ഷബീർ ഡോക്ടർ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഷബീർ ഡോക്ടറെ, ഷീല ഡോക്ടർ. ഡോക്ടർ ഷീല. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ ഷീല അൺമ്യൂട്ട് ചെയ്യാമോ? വീഡിയോയും കൂടെ ഒന്ന് ഓണാക്കിയെങ്കിൽ കൊള്ളായിരുന്നു. ഈ ഷീല ഡോക്ടർ, 1-2 ഷീലമാരെ എനിക്കറിയാം. അവരാരെങ്കിലും ആണോ എന്നൊന്നും അറിയാമായിരുന്നു. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടറെ, ഗുഡ് ഈവനിങ്. എന്റെ ഇൻഫെർട്ടിലിറ്റി കേസത്തിൽ സാധാരണ വരുന്ന മെഡിസിൻസ് പറയാൻ പറ്റുമോ ഡോക്ടർ? ഇൻഫെർട്ടിലിറ്റി ഒരുപാട് മരുന്നുണ്ടെന്നേ. ഫീമെയിലിന് വേറെ, മെയിലിന് വേറെ, പ്രത്യേക ഒരുപാട്. അത് കാരണങ്ങൾ വെച്ചിട്ടുള്ള മരുന്നുകളുണ്ട്, കാരണം ഇല്ലാത്ത മരുന്നുകളുണ്ട്. കാരണം സ്പേം സെൽസ് വളരെ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ സ്പേം സെൽസ് കൂട്ടണമല്ലോ, കൂട്ടിയാലേ ചെയ്യാത്തുള്ളൂ. ഈ സ്പേം സെൽസ് കൂടുതലുണ്ടെങ്കിലും ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അതിന് കാരണം ഇന്റർകോഷൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കയറി എത്രത്തോളം തമ്മിൽ പുറത്തേക്ക് തള്ളിപ്പോകും. അതിന് പ്രത്യേകം പ്ലംബം പറ്റാണ്. ഇതായത് പറയാനുണ്ട്, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പുറത്ത് പോകും. അതുകൊണ്ട് തലാണി വെച്ചിട്ടേ കിടക്കുന്നത്. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തലാണി കുട്ടിയിടിച്ച് വെച്ചിട്ട് കാല് ബന്ധിച്ച് കിടക്കുക. അതൊക്കെയാണ് അലോപ്പതി ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്ന ടെക്നിക്കും. അങ്ങനെ കിടക്കണമെന്ന് പറയും. നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു പ്ലംബം കൊടുത്ത് അവിടെ നിൽക്കും സാധനം. പ്ലംബം പിന്നെ 2 ദിവസം കൊടുത്താൽ മതി. അത് തന്നെ അസൂസ്വർമ്മയ്ക്കാണെങ്കിൽ സിഫിലിനം, സാപ്താഗ്രിയ, പല മരുന്നുണ്ട്. ഒളിഗോസ്വർമ്മയ്ക്കാണെങ്കിൽ വെളിപരിച്ച് മുതൽ ലൈക്കോപോഡിയം 30 നല്ല ആക്ഷനാണ്. 30 മാത്രമായിരിക്കും. ഹൈപ്പോട്ടൻസി കൊടുത്താൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 200 കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ലൈക്കോപോഡിയം റിപ്പീറ്റ് ചെയ്താൽ കംപ്ലീറ്റ് കുളമാകും. കാരണം സിംറ്റംസ് എല്ലാം തിരിച്ചു പോകും, വന്ന സിംറ്റംസ് എല്ലാം പോകും. അപ്പൊ 200 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും 200 റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എൻ്റെ അനുഭവത്തിന്റെ വെച്ചിട്ട് പറയുകയാണ്. പിന്നെ കൊടുക്കേണ്ട 1000 ആകും. അതായത് സർ സോറി, അപ്പൊ ലൈക്കോ 30 കഴിഞ്ഞിട്ട് പിന്നെ 1 ആണ് കൊടുക്കേണ്ടത് അല്ലേ? 200 കൊടുക്കാം, 200 റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. നമ്മൾ സാധാരണ ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോഴേ അത് റിപ്പീറ്റ് ചെയ്യുമല്ലോ, അത് പാടില്ല. റിപ്പീറ്റ് ചെയ്താൽ കേസ് കുഴപ്പമാകും. അവിടെ 1 കൊടുക്കാം. ഓക്കെ സാർ. അതില് അത്തക്കാരിയില് ചില കേസുകൾ ഒരു വിധത്തിൽ ഇന്നൊക്കെ മെഡിസിൻ കൊടുത്താൽ റെസ്പോണ്ട് ചെയ്യാത്തതുണ്ട്. അതിനെങ്ങനെയാ സാറിന്റെ അഭിപ്രായം? അത്തിക്കായ് യൂറൻസാണ് ഏറ്റവും നല്ല മരുന്ന്. ക്യാമറ, അതിന് ആശ്രയിക്കും ആൽബം, പല മരുന്നാണ് എനിക്ക് മെയിനായിട്ട് ആക്ഷൻ. ആശ്രയിക്കും ആൽബം നല്ല ആക്ഷനാണ്. തകർന്ന് വന്നിട്ട് പൊന്തി വരുമത്, ബേണിങ് ഉണ്ടാവും. ആർട്ടിക്കായ് യൂറൻസ് ആകുമ്പോൾ പല ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് സൈസില് പൊന്തി വരും. ആർട്ടിക്കായ് യൂറൻസ് 30 കൊടുക്കാം,
200 കൊടുത്തിട്ട് വലിയ കാര്യമില്ല. 30 കഴിഞ്ഞാൽ ഉടനെ 1000 സ്റ്റാർട്ട് ചെയ്യണം. നല്ല ആക്ഷൻ ഉണ്ടാവും. സൂച റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടോ? സൂചന കൊടുക്കാൻ കുഴപ്പമില്ല. സൂചന കൊടുക്കുന്ന ആക്ഷൻ കാലം കൊടുത്തിട്ട് അത് ആക്ഷൻ കുറഞ്ഞു പോയി കണ്ടാല് ആക്ഷൻ കാലം റിപ്പീറ്റ് ചെയ്യാതെ തുക ഒരിടത്ത് കൊടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യാം. ആക്ഷൻ കുഴപ്പമില്ല. അത് ചൊറിഞ്ഞു തന്നെ ബേണിങ് ഉണ്ടാവും. അപ്പൊ ഭയങ്കര ബേണിങ് ആയിരിക്കും. ബേണിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതേ മരുന്ന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. തുക കൊടുത്തിട്ട് പിന്നെ അതിന്റെ ഹയർ കൊടുക്കണം. ഓക്കെ. എനിക്ക് ഫാഗോപെയർ എന്നുള്ള മെഡിസിൻ ഫാഗോപെയറും ഉണ്ട്. അതെ, ബാത്തിങ് ക്ലമാറ്റിസ്, അതുപോലെ തന്നെ സാറേ കേട്ടില്ല സാറേ സൈഡ് സ്ഥലത്ത് പറഞ്ഞ അതെ 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 കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, കൊടുക്കണം. നമ്മളെ ഈ ലീവിന് കൊടുത്താൽ പോരാ, 4th അവറിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ഈ കാലി ആഴ്സിന് വരെ വിളിച്ചില്ല സാറേ, കാലി ആഴ്സ് കാഴ്ചാലത്തിനും ഉണ്ട്. കാഴ്ചാലത്തിന് കുഴപ്പമില്ല, ഇതുകൊണ്ട് കൊടുത്താൽ മതി. കാലി ആഴ്സ് ഇല്ല സാർ, കാലി ആഴ്സ്. ആഴ്സല്ലേ? അതെ സാർ, അതെ അതെ AALI അതെ അതെ സാർ, 200 പൊട്ടൻസി കൊടുത്താൽ മതി. ഓക്കെ സാർ, ഓക്കെ ശരി. അപ്പൊ രമാദേവ് ഡോക്ടർ എത്തിയിട്ടുണ്ട്. രമാദേവ് ഡോക്ടറെ. മനോജ്, ഞാൻ കേൾക്കണ്ടായിരുന്നു. എന്റെ ഫോൺ എന്ത് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് കേട്ടോണ്ട്. പിന്നെ അത് എന്റെ അപ്പുറത്തെ കുട്ടി വന്നിട്ട് അത് ഇത് ചെയ്ത് തന്നതാ. പിന്നെ കേട്ടോണ്ടിരുന്നു. ഇസ്മേ സേട്ട് ഒരു ജീനിയസ് അല്ലേ, പഠിച്ചോണ്ടിരിക്കുമ്പോഴേ അപവാദങ്ങൾ പറയല്ലേ. ഞങ്ങളുടെ ശിവരാം നായർ സാറിനൊക്കെ എന്തൊരു ഇഷ്ടമായിരുന്നു അറിയാമോ ഈ ഇസ്മായിൽ സേട്ടിനെ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ജോസഫ് സാറിന് ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാവരും മിടുക്കനാന്ന് എപ്പോഴും പറയുമായിരുന്നു ഞങ്ങളോട്. സാറിനെ കാണാൻ മരിക്കുന്നവരെ പോയിട്ടുണ്ട്, മരിച്ചു വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ സാറിന് വീട്ടിൽ അദ്ദേഹം കുറച്ച് നാൾ ട്രാൻസ് ഉണ്ടായിരുന്നല്ലോ, കോഴിക്കോട് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം മകളും ഉണ്ടായിരുന്നു ഇവിടെ. അത് ഞങ്ങൾ മിക്കവാറും കാണുമായിരുന്നു. ഗുരുഗണത്തിലെ പ്രാധാന്യം ജോസുകാരനാണ്. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സെക്കൻഡിലായപ്പോൾ അടുത്ത നമ്മുടെ പാപ്പനംകോട് കോളേജാണല്ലോ, മേളത്തിൽ വരുത്തുന്ന ഒരു കുട്ടിയുടെ കൈ മുറിഞ്ഞു കൊണ്ടുവന്നു. കൈ പൊളന്ന് പോയി കമ്പി കയറിയിട്ട്. ജോസ് സാർ എന്തിനാണെന്ന് അറിയാം, നമ്മളെ കൊണ്ട് നൂല് കൊണ്ട് ചുറ്റിച്ചു കംപ്ലീറ്റ്. അതുപോലെ അടുപ്പിട്ട് കരണ്ടിനെ ഒറ്റ ഒഴിച്ചിടും. ഇങ്ങനെ വിളിച്ച് ഓടിപ്പോയി കരണ്ടിനെ മാറ്റിഞ്ചലേ ഒറ്റ ഒഴിക്കല്. എന്നിട്ട് അതിന് മുകളിൽ പുള്ളി ഗൗത വെച്ചിട്ട് ചുറ്റി വീണ്ടു. എന്നിട്ട് പറഞ്ഞ 4 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയ പാട് മാത്രമേ ഉള്ളൂ അവിടെ, ചെറിയ പാട്. ഞാനത് ചെയ്യുമായിരുന്നു, പക്ഷെ ഞാൻ ടിഞ്ചറ് ഉപയോഗിക്കില്ല. ഞാൻ 1/4 ആയിട്ട് ഞാൻ ഉപയോഗിക്കുള്ളായിരുന്നു. അല്ല, എപ്പോഴും അതാണ് സാർ, നല്ല ലോഷനാണ് മറ്റേ കുറച്ച് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഡയറക്റ്റ് ടിഞ്ചർ അപ്ലൈ ചെയ്യുന്നേക്കാളും. എങ്ങനെ പാടാ? അതെ സാറേ. ഇപ്പൊ ഒരു ചോദ്യമുണ്ട് സാറോട്, ചോദ്യമുണ്ട്. വിച്ച് മെഡിസിൻ ഫോർ വൂണ്ട് ഹീലിംഗ്? ഉത്തരവായില്ല. കരണ്ടൂലാണ് ഒന്നാമത്തെ മെഡിസിൻ അല്ലേ സാർ വൂണ്ട് ഹീലിംഗിന്? അടുപ്പിച്ച് കൊടുത്താൽ മതി. വേറെ ഏതെങ്കിലും മെഡിസിൻ പറയാനുണ്ടോ സാറേ? സജഷൻ? ലഡംബാണ് കൊടുക്കാം. ലഡാം, ഓക്കെ. ലഡവും 6 hours കൊടുത്താലും മറ്റുണ്ടാവും. ഈ കലണ്ടുല ഹെപ്പാർസ് നല്ലായിരുന്നു, കോംപ്ലിമെന്ററി അല്ലേ സാറേ? കലണ്ടുല ഹെപ്പാസെപ്പിന് കുറച്ച് പഴുപ്പ് പോലെ ഉണ്ടാവണം, ഉണ്ടെങ്കിലേ ആക്ട് ചെയ്യുള്ളൂ. നല്ലതല്ലേ സൈലീഷ്യ? എന്താ സൈലീഷ്യ? ഹൈ ഡോസ് സൈലീഷ്യ ആണെങ്കിൽ 10 കൊടുക്കണം കേട്ടോ. 100 കൊടുക്കരുത്. 10 പൊട്ടൻസി 2 ഡോസ് കൊടുത്താൽ മതി. ഒരു 8 hours മാത്രം കൊടുക്കണം. ഓക്കെ. അതുപോലെ വൂണ്ട് ഹീലിംഗ് മെർക്സോൾ ഉണ്ടല്ലോ, പഴുപ്പൊക്കെ കഴിഞ്ഞാൽ കോടതി സ്റ്റേ പോലെ സ്റ്റേ അവിടെ നിൽക്കും. ഹൈ പൊട്ടൻസി കൊടുത്താൽ മതി. ഡോക്ടർ RP പട്ടേൽ ആർട്ട് ഓഫ് കേസ് സ്റ്റേക്കിൽ 3 മെഡിസിൻ ഉണ്ട്: സൈലീഷ്യ, ഹെപ്പാർ സെൽഫ്,
മെർക്സോൾ, 3 മെഡിസിനാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ മെർക്സോൾ വലിയ സെൻസിറ്റീവ് ആയിരിക്കില്ല. അത് വെച്ചിട്ട് ഹൈപ്പോട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഹീൽ ചെയ്യുന്നൊരു കാണുന്നുണ്ട്. ശാന്താചന്ദ്രൻ ഡോക്ടറെ, ശാന്ത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? മെട്രോൾ ഭയങ്കര അതെ എനിക്ക് ഏറ്റവും ഉണ്ടായിട്ടുണ്ട്. അതെ നേരമില്ല. ലൈറ്റ് ടെസ്റ്റ് നമ്മൾ വെയിലത്തെ പോയി കഴിഞ്ഞാൽ വെയിലുമ്പോഴത്തേക്കും ഫേസ് അങ്ങ് ഈ വൈകുന്നേരത്തെ വെയിലാണെങ്കിൽ ശരി, രാവിലത്തെ വെയിലാണെങ്കിൽ ശരി, എക്സ്പോസ്ഡ് പാർട്സ് എല്ലാം അങ്ങ് കരിവാളിക്കുന്ന പോലെയാകും. പറഞ്ഞ മനസ്സിലായില്ല. അതായത് വെയിലടിച്ചാല് വെയിലുള്ള ഭാഗം കരുവാളിക്കുന്നു എന്നാണ് അത് ചെറിയ വെയിലായാലും ശരി പറ്റില്ല. നാട്രമോർ ഇവർക്ക് തന്നെ തണുപ്പ് വരുമ്പോ സ്കിന്നിൽ മുഴുക്ക ഇപ്പൊ നമ്മള് ഡൾ ക്യാമറയുടെ സിംറ്റം പറഞ്ഞ പോലത്തെ പൊരി പോലെ ശരീരം മുഴുക്ക. വെയിൽ കൊണ്ടുവരുമ്പോ കരിവാളിക്കുകയും ചെയ്യുന്നു. നല്ല ഫെയർ, ഒരു കോസ്മെറ്റിക്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നാട്രമോർ ആണോ അതിന്റെ മെഡിസിൻ? ആണോ? 10 കൊടുത്താൽ മതി. ഓക്കെ സാർ, വേറൊരു ചോദ്യം. നേസൽ പോളിപ്പിന് മെഡിസിൻ ഏക്കുന്ന ചോദ്യം. നേസൽ പോളിപ്പ് നമ്മുടെ നല്ല മരുന്നാണ് കേട്ടോ. 30 ഹൈപ്പർടെൻഷൻ കൊടുക്കരുത്. 30 അടുപ്പിച്ച് കൊടുക്കുക. ഡെയിലി 2-3 നേരം കുറയുന്നത്. അല്ലെങ്കിൽ ആസിഡ് നൈട്രിക്കം. അത് ആസിഡ് നൈട്രിക്കം കുറച്ച് ബ്ലീഡിങ് പോലെ ഉണ്ടാവണം. എപ്പോഴെങ്കിലും കീറ്റുമ്പോഴേക്ക് ബ്ലീഡിങ് ആസിഡ് നൈട്രിക്കം വളരെ പിന്നെ അഗ്രാഫി ന്യൂട്രൻസ് എന്ന് പറയുന്നുണ്ട്. അഗ്രാഫി ന്യൂട്രൻസ് ജിഞ്ചറാണ്. ജിഞ്ചർ കൊടുത്താലും മറ്റൊന്ന് കൺട്രോൾ ആവും. പിന്നെ സാധാരണ കുറെ മെഡിസിൻ, ലമിന മൈനർ, ഫോമിക്കർ, അങ്ങനെ കുറെ മാറമ്പരം, സാങ്കുനേറിയൻ നൈട്രിക്കം. ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? എന്താ ചോദിക്കാനുള്ള ഷഫീഖ് ഡോക്ടറെ? അല്ല, കലണ്ടില പോലെ മിരിസ്റ്റിക്കോ നല്ല എഫക്റ്റീവ് ആണ്. ഈ പസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ടിഷ്യൂസ് ഒക്കെ വരാനൊക്കെ മിരിസ്റ്റിക്കം നല്ല വരാം. ഇൻഫെക്ഷൻ ഉണ്ടാവില്ല, ഇൻഫെക്ഷൻ തടയാൻ പറ്റും. ഇൻഫ്ലമേഷനും ഇതൊക്കെ ഉള്ള കണ്ടീഷൻ ആന്റിബയോട്ടിക്കിന്റെ എഫക്ട് കിട്ടുമെന്നാണ്. ആന്റിബയോട്ടിക് എഫക്ട് 2 മിരിസ്റ്റിക്കയും കലണ്ടിലും ഉണ്ടോ കേട്ടോ. മിരിസ്റ്റിക്ക് പൊട്ടൻസി ടിഞ്ചറാണോ? 200 ലോഷനായിട്ട് ഉപയോഗിക്കാം. കലണ്ടില ഉപയോഗിക്കും പോലെ ലോഷനായിട്ട് ഉപയോഗിക്കാം. ഇന്ത്യയിൽ 200 കൊടുക്കുക. ഓക്കെ. ഈ ഷുഗറിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഈ ചെറിയ റെഡ്നെസ്സും സ്വെല്ലിങ്ങും ഒക്കെ ആയിട്ട് വരുന്നതിന് ഏത് മെഡിസിൻ ഉപയോഗിക്കാം? ആസ്മക്ക് ഉപയോഗിക്കില്ലേ? ആ ഗ്രണ്ടീലിയ മദർ ടീച്ചർ വെച്ച് കെട്ടിയാല് പെട്ടെന്ന് മണങ്ങും. ഉള്ളില് അത് പലരും പറയാത്ത മരുന്നാണ്. അതാണ് ഞാൻ അതിശയിച്ചു പോയി കേട്ടപ്പോ. ഞാൻ കേട്ട കുഴപ്പമാണോ? എനിക്ക് കിട്ടിയത് എവിടെന്ന് വെച്ചാല് കൊച്ചുകാർ സാറിന് കേട്ടിട്ടുണ്ടോ? പഴയ ഒരു കൊച്ചുകാർ സാറിന് എറണാകുളത്ത് കിട്ടിയാണ്. സാറിന് എനിക്ക് കിട്ടിയത്. എന്റെ കാര്യം തന്നെ പൊട്ടിയിട്ട് ഉണങ്ങാതെ ആയപ്പം ഞാൻ സാറിനോട് കാണിച്ചിട്ട് പറഞ്ഞ്, ഞാൻ എന്താണ് കളിയാക്കുന്നത്, ഞാൻ എന്താ ഗ്രണ്ടീൻ്റെ അടുത്ത് കഴിച്ചേ, ഇതുപോലെ എടുത്ത് കഴിക്കുക, ഗ്രണ്ടീനെ മരുന്നിട്ട് വെച്ച് കെട്ടിക്കേ, 3 ദിവസം കുറയും. അതുപോലെ 3 ദിവസം ഇത് പൊട്ടിയിട്ടില്ല. റെഡ്നെസ്സും ഇന്ത്യയിൽ കൊടുത്താൽ മതി. ശരി സാർ, അടുത്ത ചോദ്യം. ഗ്ലോക്കോമയ്ക്ക് മെഡിസിൻ എന്താണ്? ഗ്ലോക്കോമയ്ക്ക് ഒരുപാട് മരുന്നില്ലേ. ഡിഫിലിൻ, ടൊമോക്കൊല്ലം, അങ്ങനെയുള്ള ഡീപാക്റ്റിംഗ് മെഡിസിനാണ് കൂടുതൽ. നാട്രമയോർ, നാട്രമയോറിന് ഗ്ലോക്കോമയുടെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. പ്രഷർ നോർമൽ നിന്നിട്ട് ഗ്ലോക്കോമ ഉണ്ടാകുകയാണെങ്കിൽ പിന്നെയും ഫോക്കസ് ടൈപ്പാണെങ്കിൽ സിപ്പിൻ്റെയാണ്. എപ്പോഴും ഗ്ലോക്കോമ വന്നിട്ട് കണ്ണ് ചുവന്നിരിക്കുകയാണെങ്കിൽ നാട്രമയോർ അല്ലെങ്കിൽ ടൊമോക്കൊല്ലം. സാറേ, ഈ പിന്നെ ഈ തിമിരം
ഈ സിനറേറിയ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്റേണൽ ആയിട്ട് മെഡിസിൻ കൊടുത്താലും അതിൻ്റെ ഒരു നല്ല റിസൾട്ട്. എന്താണ് സാറിന്റെ അഭിപ്രായം? കോസ്റ്റിക്കം നിലവല്ല, പോസ്റ്റിക് കോസ്റ്റിക്കം ടെന്നം പൊട്ടൻസി, അലിയൻ സിപ്പ ടെന്നം പൊട്ടൻസി, അലിയൻ സിപ്പ. അലിയം സപ്പ. അലിയം സപ്പ നമ്മൾ അത്ര ചിന്തിക്കുന്നില്ല. പോസ്റ്റിക്കം കോസ്റ്റിക്കം ചിന്തിക്കുന്നതാണ്. പിന്നീട് ഒരെണ്ണം കൂടെ ഉണ്ട്. ഈ സിനറേറിയ ഒഴിച്ച സാറിന്റെ എങ്ങനെ അത് ഒഴിക്കണോന്നാണ്? വ്യത്യാസം ഉണ്ടോ? രണ്ടു നേരം, ഞാൻ സാറിന് കൊടുക്കാറുണ്ട്. 3 നേരം ഒഴിക്കാമോ? 3 നേരം ഒഴിക്കാം. ടെന്നമാണോ? പോസ്റ്റിക്കം ടെന്നം. കാറ്ററാക്ടിന്. ഈ അരവിന്ദ് കണ്ണാശുപത്രിയിൽ ഈ കാറ്ററാക്ടിന് അവിടെ ഒരു ഇത് പറഞ്ഞു തന്നു. അതായത് രാവിലെ 8 മണിക്ക് മുൻപ് സൂര്യനെ നോക്കിയിട്ട് ഒരു മിനിറ്റോളം സൂര്യനെ നേരെ സ്റ്റെയർ ചെയ്ത് നോക്കുക, എന്നിട്ട് കണ്ണടയ്ക്കുക, പിന്നെയും 1 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ നോക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു കാറ്ററാക്ടിന്. ഞാൻ ഇപ്പോഴും ഇതിന് ഞാൻ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് കൂടി സുഖമുണ്ടോ? ഞാനത് ചെയ്യുന്നുണ്ട്. സുഖമുണ്ട്. മാഡം ഓപ്പറേഷൻ ചെയ്തിട്ടില്ലല്ലോ? സുഖമുണ്ട്. അത് കൂടുതൽ ഇല്ല. ഇപ്പൊ അതൊരു ഫാഷനായിട്ട് വായിക്കാനും പറ്റും. 60 വയസ്സ് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് അത് തന്നെ. പിന്നെ ഡോക്ടറെ ഒരു കാര്യം പറയാനാ പറയൂ മനോജെ. ഈ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തല്ലേ ഡോക്ടർ? സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുള്ള പ്രയാസമല്ലേ? 8 മണിക്ക് മുൻപ്. മുൻപെന്ന് പറഞ്ഞ 8 മണിക്ക് മുമ്പ് സൂര്യനെ നോക്കി ഇങ്ങനെ ഉദിച്ചു വന്ന് 8 മണിക്ക് മുമ്പ്. അപ്പൊ ഉദിച്ചു വരുന്ന സമയത്ത് 7 മണി. സൂര്യൻ ഉദിക്കുന്ന പല ടൈമിലാണല്ലോ. സൂര്യൻ ഉദിച്ച് 8 മണിക്ക് മുൻപ് സൂര്യനെ നോക്കിക്കൊണ്ട് 1 മിനിറ്റ് ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കുക, എന്നിട്ട് കണ്ണ് കൈകൊണ്ട് പൊത്തുക. ഇങ്ങനെ കൈകൊണ്ട് പൊത്തണം. അത് കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ നോക്കുക, എന്നിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് പൊത്തുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, എല്ലാരും ശ്രമിച്ചു നോക്കാം. ചോദ്യം പിന്നെ രണ്ടാമത്തെ വേർഡ്സിന് മനോജിന്റെ നല്ല വേർഡ്സിന് എന്റെയും ജാഥയും സേട്ടിനെയും ഒക്കെ കുറുപ്പ് ഡോക്ടറെ പറ്റി പറഞ്ഞ നല്ല വേർഡ്സിന് 100,000 നന്ദി. തീർച്ചയായിട്ടും, കാരണം പറയേണ്ടതാണല്ലോ, കടമയാണ് നമ്മളെ. അടുത്ത സാറേ ചോദ്യം, ഡ്രൈനസ് ഓഫ് ഐസ് എന്ത് മെഡിസിനാ സാറേ? ഡ്രൈനസ് ഓഫ് ഐസ്, ഡ്രൈനസ് ഓഫ് ഐസ്, കണ്ണിന് ഡ്രൈ ആകുന്നതിന് മെഡിസിൻ ചോദിച്ചിട്ടുണ്ട്. യൂഫ്രേഷ്യ കൊടുക്കും അല്ലേ സാർ? അത് 200 പൊട്ടൻസി മയോട്രൈൻ കൊടുക്കണം. 1/10 ഒരു തുള്ളിന് 10 ഡിവൈഡ് കൊടുക്കാം. പലപ്പോഴും ഈ റൊമാറ്റിക് കണ്ടീഷനിൽ വരാം, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജോഗ്രൻ സിൻഡ്രോം, ഡ്രൈനസ് ഓഫ് ഐസും കൂടെ വരാം. ഓക്കെ, അടുത്തൊരു ചോദ്യം സാർ, ഫൈമോസിന്റെ മെഡിസിൻ എന്താണ്? ഫൈമോസിന്റെ മെഡിസിൻ പറയുന്നുണ്ട്. ഫൈമോസിസ് എന്താ മെഡിസിൻ? മെർക്കോറാണോ വക്സോറാണോ? കുറച്ച് നല്ല കാര്യത്തിൽ. ഓക്കെ, ശരി. അടുത്തത് ഹിമാൻജിയോമ മെഡിസിൻസ് എന്താ സാറേ? ആർണിക്ക. അതുപോലെ ബ്ലീഡിംഗ് ഹിമാൻജിയോമ ഇൻസൈഡ് നോസ്. ബ്ലീഡിംഗ് ഹിമാൻജിയോമ ഇൻസൈഡ് നോസ്, അത് ക്രോട്ടാലസ് ആണ് സാറേ? ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം, ബ്ലാക്കിഷ് സ്പോട്സ് ഓൺ ദ വിഷ്വൽ ഫീൽഡ്. വിഷ്വൽ നോക്കിയാൽ ബ്ലാക്ക് ആയിട്ട് കാണും അല്ലേ? അതെ, വിഷ്വൽ ഫീൽഡ് റൺ ചെയ്യും. അത് നടക്കാൻ വെച്ചിട്ട് അതും റൺ ചെയ്യും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ സമയം വരുന്നു. ശൈല ഡോക്ടറെ, സേട്ട് സാറിന് വലിയ നന്ദി പറയുക. ഓക്കെ മനോജ് ഡോക്ടറെ,
സേട്ട് സാറിനെ കുറിച്ച് പറയുമ്പോ എന്താണ് ഹോമിയോപ്പതിയുടെ അറിവിന്റെ ഭണ്ഡാകാരം എന്നാണ് സാറിനെ പറയേണ്ടത്. ഏതൊരു സംശയം ഉണ്ടെങ്കിലും ഉടനടിയാണ് സാറിനെ സാർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു സാറിന്റെ മുഖം കാണാൻ വയ്യ, മേലോട്ട് പോയി. ശരി സാറേ, അപ്പോ അറിവിന്റെ ഇത്രയും അറിവുകൾ നമുക്ക് പെട്ടെന്നൊന്നും പ്രാപ്തമാക്കാൻ പറ്റാത്ത അത്രയും അറിവുകളാണ് സാറിനുള്ളത്. ഏത് സംശയത്തിനും ഉടനടിയാണ് സാർ നമുക്ക് പരിഹാരം പറഞ്ഞു തരുന്നത്. ഇന്ന് ഒത്തിരി അറിവുകൾ, ഒരുപാട് അറിവുകൾ സാറ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യാത്ത മരുന്നുകൾ ഇൻഡിക്കേഷനുമാണ് സാറിന് പറഞ്ഞത്. വളരെ സന്തോഷം. സാർ ഇനിയും ഇതുപോലുള്ള അറിവുകൾ പങ്കുവയ്ക്കുവാനായി നമ്മളോടൊപ്പം എത്തണം. സാറിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ആശംസിക്കുന്നു. ഒപ്പം തന്നെ IFHന്റെ പേരിലുള്ള നന്ദിയും സാറിന് രേഖപ്പെടുത്തുന്നു. ഒരുപാട് നന്ദി എന്റെ കണക്കും പറയുന്നു. ഒരുപാട് അതുപോലെ തന്നെ സൂം പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഉണ്ടായിരുന്ന നമ്മളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുകയും അഡീഷൻസ് ഒക്കെ ചേർക്കുകയും എല്ലാം ചെയ്ത ഡോക്ടർമാർക്കും IFHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തും. എന്റെയും നന്ദി ഞാൻ പറയുന്നു എല്ലാരോടും, നിങ്ങൾ പിള്ളേരോടും സേട്ടിനോടും ചാന്തോടും എല്ലാരോടും എന്റെയും നന്ദി. ചിഹ്നമായി വന്ന് മമ സന്ദേഹം ഇപ്പോൾ വളരെ സന്തോഷം സാറും. അപ്പൊ നാളെ ഇതേ വീണ്ടും കാണാം എന്ന പ്രതീക്ഷ. അതുപോലെ 12-ാം തീയതി ദേശീയ യുവജന ദിനമാണ്. സ്വാമി വിവേകാനന്ദന്റെ അനുസ്മരണ പ്രഭാഷണം നമ്മുടെ പ്രമുഖ കാർഡിയോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ അജയ്കുമാർ നിർവഹിക്കുന്നതാണ്. ഈ വേദിയിൽ എല്ലാവരും പങ്കെടുക്കാൻ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നാളെ വീണ്ടും കാണാം. നമസ്കാരം.